കഴിഞ്ഞിരുന്ന ആളുകൾ അവർ പോയപ്പോൾ ഭയങ്കര സങ്കടം. സൗണ്ട് ദൂരത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്, അതിലിട്ടെറിഞ്ഞ് ഓടുകയാണ്. ഒന്നുമില്ല, ഇന്ന് മുണ്ടക്കായ എന്നേ ഇല്ല. ഇന്ന് വേണ്ടി വന്ന അവിടെ ഇവിടെ നിൽക്കണമെങ്കിൽ 30 വീടുണ്ടാവും. ദുരന്തഭൂമിയിൽ ജീവന്റെ തുടിപ്പ് തേടി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് മുണ്ടക്കയിൽ ശ്വാസം വലിക്കുന്ന ഒരു സിഗ്നൽ ലഭിച്ചു എന്നതിന്റെ പേരിൽ മണിക്കൂറുകളായി തുടരുന്ന ഒരു രക്ഷാദൗത്യം, വളരെ അപൂർവമായ രക്ഷാദൗത്യം. മണ്ണിനടിയിൽ ശ്വാസത്തിന്റെ കണികയുണ്ടോ, ജീവന്റെ തുടിപ്പുണ്ടോ എന്ന് തേടിയുള്ള രക്ഷാദൗത്യം ഇപ്പോഴും തുടരുകയാണ്. രാത്രി വൈകിയും നേരത്തെ ഒന്നും കണ്ടെത്താതിനെ തുടർന്ന് അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഒരു രക്ഷാദൗത്യ പ്രവർത്തനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായ ഇടപെടലിനെ തുടർന്ന് പുനരാരംഭിച്ചിട്ടുള്ളത്. രാത്രി കൂടുതൽ വെളിച്ചവും മറ്റ് സംവിധാനങ്ങളും എത്തിച്ചുകൊണ്ട് ഒരു തകർന്ന കടമുറിയുടെ അകത്താണ് ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ആ കട പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നാം ഇപ്പോൾ അറിയുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് മുഹമ്മദ് അസ്ലം ചേരുന്നു. അസ്ലം, ഈ കടമുറി പൊളിച്ചിട്ടാണോ പരിശോധന ഉണ്ടാവുക, അതല്ല അല്ലാതെ തന്നെ മാന്തി നോക്കുന്നുണ്ടോ? അജിംസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഈ പരിശോധന ഒരു ഘട്ടത്തിൽ നടത്തി 1.5 മണിക്കൂറോ 2 മണിക്കൂറോളം നടത്തി. അത് പിന്നെ നിർത്തി പോകാനായിരുന്നു തീരുമാനിച്ചത്. കാരണം അത് ഏതിന്റെ സിഗ്നലാണ്, ഒരു മനുഷ്യന്റെ ശ്വാസത്തിന്റെ സിഗ്നലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പാമ്പോ എലിയോ അങ്ങനെ മണ്ണിനടിയിൽ ഏതെങ്കിലും ജീവിയുടേതാണോ എന്ന് വ്യക്തമാക്കാതെ പ്രത്യേകിച്ചൊന്നും പിന്നെ വ്യക്തതയില്ല എന്നതുകൊണ്ട് തന്നെ അങ്ങനെയാണ് തീരുമാനിച്ചത്. അതേസമയം പിന്നീട് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ഓഫീസിൽ നിർദ്ദേശം കളക്ടർക്ക് ലഭിക്കുന്നു. അതായത് അത്തരമൊരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ജീവന്റെ ഒരു സ്പന്ദനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യജീവന്റേതാണെങ്കിൽ ഒരിക്കലും അത് നാളത്തേക്കായി മാറ്റിവെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും മറികടന്നുകൊണ്ട് തന്നെ ഇന്ന് പരിശോധന നടത്താനുള്ള എല്ലാ സാധ്യതകളും നോക്കണമെന്ന് കളക്ടർക്ക് നിർദ്ദേശം വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ സൈന്യവുമായി സംസാരിച്ചു. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് മുണ്ടക്കയത്ത് ടൗണിൽ ആ ക്രിസ്ത്യൻ ചർച്ചിന് നേരെ എതിരെയുള്ള ഒരു കടമുറിയാണ്. ഈ കടമുറിയിലെ അവിടെ നിന്ന് ഇടത്ത് നോക്കുമ്പോൾ രണ്ടാമത്തെ മുറിയുടെ തൊട്ട് താഴെയായിട്ടാണ് ഈ സിഗ്നൽ ലഭിച്ചതെന്നാണ് സൈന്യത്തിനു വേണ്ടി ഇത് തെർമൽ റഡാർ സംവിധാനം നടത്തുന്ന ഒരു സ്വകാര്യ ഏജൻസി അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ അതിന് താഴെ പരിശോധന നടത്തി. അതേസമയം ഇപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കടമുറി പൊളിച്ചുകൊണ്ട് എവിടെയാണോ കൃത്യമായി സിഗ്നൽ ലഭിക്കുന്നത് ആ തറ മാന്തി, അതും നമുക്കറിയാം ഒരു ജീവന്റെ ഒരു മിടിപ്പാണെങ്കിൽ സ്വാഭാവികമായും ഒരു തരത്തിലും അതിന് കേടില്ലാത്ത രീതിയിൽ സുരക്ഷിതമായി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി ചെയ്യണം. അതുകൊണ്ട് തന്നെ റഡാർ ഒന്നുകൂടി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഏതാണ് അതിന്റെ ഒരു റേഡിയസ്, ഒരു കൃത്യമായ ഒരു റേഡിയസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു വെളിച്ചം സംവിധാനം എത്തുന്നുണ്ട്. പിന്നെ അതായത് ഇവിടെ നമുക്ക് 2 കാര്യങ്ങളാണ് ഈ കട പൊടിക്കുന്നതിന് വേണ്ട. ഒന്ന്, കൃത്യമായ വെളിച്ച സംവിധാനം. അതിനുവേണ്ടി പിന്നെ വെളിച്ച സംവിധാനം ഇപ്പോൾ എത്തിയിട്ടുണ്ട്, അത് പ്രവർത്തിച്ചു തുടങ്ങും. തുടർന്ന് ഹിറ്റാച്ചി എത്തുക. ഹിറ്റാച്ചി നേരത്തെ ഇവിടെ ഉണ്ട്, അതിന്റെ ഓപ്പറേറ്റർ കൂടെ എത്തിക്കഴിഞ്ഞാൽ സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ ഈ കട ഭാഗം പൊളിക്കും. തുടർന്ന് സിഗ്നൽ കൃത്യമായി കണ്ടെത്തി ആ ഭാഗത്ത് പരിശോധന നടത്തും. അതായത് കൃത്യമായി തറ മാന്തി തന്നെ പരിശോധന നടത്തും. അതിനുവേണ്ടി കൃത്യമായി ഒന്നുകൂടി റഡാർ വെച്ചുകൊണ്ട് അതിന്റെ എല്ലാ ഭാഗങ്ങളും, അതിന്റെ എല്ലാ റേഡിയസ്, ഒരു കൃത്യമായ ചുറ്റളവ് കണ്ടെത്താൻ വേണ്ടി എല്ലാ ഭാഗത്തും പുറത്തും അകത്തും ഒക്കെ തന്നെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു രക്ഷാദൌത്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു ജീവന്റെ സ്പന്ദനം ഉണ്ടെങ്കിൽ അതൊരിക്കലും പിന്നെ നമുക്ക് എടുക്കാതിരിക്കാൻ, അത് ഏതാണെന്ന് തിരിച്ചറിയാതെയെങ്കിലും ജീവന്റെ തുടിപ്പ് തേടി മണ്ണിനടിയിൽ വീണ്ടും തെരച്ചിൽ തുടരുകയാണ്. തെർമൽ റഡാർ പരിശോധനയിലാണ് ജീവനുള്ള എന്തോ ഒരു വസ്തു മണ്ണിനടിയിലുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അതും ഒരു കടമുറിയുടെ ഉള്ളിലാണ് ആ സ്പന്ദനം കണ്ടെത്തിയിട്ടുള്ളത്. രാത്രി വൈകിയും ദുരന്ത ഭൂമിയിൽ
തെരച്ചിൽ തുടരുകയാണ്. അസ്ലമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉടൻ തന്നെ ആ തെരച്ചിൽ വീണ്ടും ഊർജിതമാക്കുക. കടമുറി പൊളിച്ച് അവിടെ പരിശോധന നടത്താനാണ് രക്ഷാദൗത്യ സംഘത്തിന്റെ തീരുമാനം. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. കൂടുതൽ വെളിച്ച സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ആ കടമുറി പൊളിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഹിറ്റാച്ചി ഉപയോഗിച്ച കടമുറി പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രക്ഷാദൗത്യ സംഘം. നേരത്തെ ഒന്നും കണ്ടെത്താത്തതിനെ തുടർന്ന് നിർത്തിവെച്ച രക്ഷാദൗത്യ പ്രവർത്തനമാണ് ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുള്ളത്. രാത്രി വൈകിയും അത് നീളും എന്നുറപ്പാണ്. അസ്ലം, ഈ കടമുറി എങ്ങനെയാണ് പൊളിക്കുക? അത് ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് പൊളിക്കുക. ഹിറ്റാച്ചി ഉപയോഗിച്ച് തന്നെ ആയിരിക്കും ഇത് പൊളിക്കുക. അതിന് വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. അജിൽ, കേൾക്കാൻ കഴിയുന്നു കരുതുന്നു? കേൾക്കാം, പറഞ്ഞോളൂ അസ്ലം. ഈ കടമുറി ഹിറ്റാച്ചി ഉപയോഗിച്ചായിരിക്കും പൊളിക്കുക. അതിനുശേഷം അതിന്റെ തറ മാന്തി കൃത്യമായ പരിശോധന നടത്തും. ഈ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് കൃത്യമായി തന്നെ ആഴത്തിലേക്ക് പരിശോധന നടത്തും. അതായത് ഈ കടമുറി പൊളിച്ച്, അതായത് സിഗ്നൽ ഉള്ള സ്ഥലം കൃത്യമായി തന്നെ കണ്ടെത്തിക്കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തെ കടമുറി പൊളിച്ചു മാറ്റി അതിന്റെ തറ ചെയ്യും. അതുകൊണ്ട് തന്നെ പരിശോധനയിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി ആദ്യം രണ്ട് കാര്യങ്ങൾ എത്തിയിട്ടിരുന്ന ഒന്ന് വെളിച്ചമാണ്. ആ വെളിച്ച സംവിധാനം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്റർ കൂടെ എത്തിക്കഴിഞ്ഞാൽ കടപ്പൊടിക്കൽ നടപടിയിലേക്ക് തന്നെ കടക്കും. ഈ ഉരുൾപൊട്ടൽ രക്ഷാദൗത്യത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടമായി ഇത് മാറുകയാണ്. നമുക്കറിയാം, ഈ രക്ഷാദൗത്യത്തിൽ ഏറ്റവും പ്രധാനമായി ആദ്യം കണ്ട എവിടെയെങ്കിലും ഒരു ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവൻ കൃത്യമായി തന്നെ കണ്ടെത്തണമെന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം മുതൽ തന്നെ അതുകൊണ്ടാണ് എല്ലാ തുടരുക. ഏതായാലും ഈ രക്ഷാപ്രവർത്തന ദൗത്യം തുടങ്ങുമ്പോൾ വീണ്ടും അസ്ലമിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നമ്മളോടൊപ്പം ഇന്ന് 3 അതിഥികളുണ്ട്. മാധ്യമപ്രവർത്തകൻ കെ ഷാജി, ജിയോളജിസ്റ്റ് സി മുരളീധരൻ, പരിസ്ഥിതി പ്രവർത്തകൻ ഹാമിദ് അലി എന്നിവർ. ആദ്യം മുരളീധരനിലേക്ക്. ശ്രീ മുരളീധരൻ, ഇന്നലെ ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിനിടെ വളരെ വിവാദമായ ഒരു സംഭവം, ശാസ്ത്ര ഗവേഷകർ ഈ മുണ്ടക്കൈ സന്ദർശിക്കുന്നതിൽ പിന്മാറി നിൽക്കണം എന്ന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി അയച്ചൊരു കത്താണ്. ആ കത്ത് പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ട് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വലിയ തോതിൽ സർക്കാരിന് ഇപ്പോൾ നടക്കുന്ന ഈ രക്ഷാദൗത്യത്തിന്റെ മഹിമയെ കെടുത്തും എന്ന് തോന്നിയതുകൊണ്ടാണ്, അതിലെ വരികൾ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി അത് പിൻവലിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ നടക്കുന്ന രക്ഷാദൗത്യത്തിനിടയിൽ ഈ ദുരന്തത്തിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി പഠനം ആവശ്യമല്ലേ? ആദ്യമേ തന്നെ ഈ സ്ഥലത്തുണ്ടായ ഈ ദുരന്തത്തെ അങ്ങേയറ്റം ഖേദത്തോടെ ഞാൻ സ്മരിക്കുകയാണ്. ഇത്രയും വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടതിൽ എനിക്ക് അഗാധമായ ദുഃഖമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പരാമർശിച്ച ഈ സർക്കാരിൻ്റെ ഈ ഉത്തരവ് എൻ്റെ അഭിപ്രായത്തിൽ അതിൽ ഒരു അപാകതയും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ നമുക്ക് നമുക്ക് ഇപ്പോൾ വേണ്ടത് റെസ്ക്യൂ ആണ്. ഈ റെസ്ക്യൂവിൻ്റെ സമയത്ത് ആൾക്കാർ ചെന്ന്, ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞ് ആൾക്കാരവിടെ ചെന്ന് ഈ സമയത്ത് ചെയ്യുന്നതിൽ എനിക്ക് ഒരു അഭിപ്രായവുമില്ല. അതിനോട് ഞാൻ എതിർക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഒരിക്കലും ആ സമയത്ത് പോകേണ്ട കാര്യമില്ല. ഇപ്പോഴല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ സമയത്ത് നമുക്ക് ആവശ്യമായ അവർക്കുള്ള അവരെ റെസ്ക്യൂ ചെയ്ത് മാറ്റിയെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ എല്ലാം ശാന്തമായതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടത്തിലോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. സയൻറ്റിഫിക് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം എന്ന് ഉദ്ദേശിച്ചത് ലാൻഡ് സൈഡിനെ കുറിച്ചുള്ള പഠനങ്ങൾ. ശരി, ശ്രീ മുരളീധരൻ. ശ്രീ കെ ഷാജി, ഇവിടെ അവിടെ പോകരുത് എന്നത് മാത്രമല്ലായിരുന്നു ആ ഉത്തരവിലുണ്ടായിരുന്നത്. ആ ഉത്തരവിലുണ്ടായിരുന്ന മറ്റൊരു കാര്യം, ഈ ലാൻഡ് സ്ലൈഡിന്റെ കാരണങ്ങളെക്കുറിച്ചോ മറ്റോ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നുകൂടി ശാസ്ത്ര സമൂഹത്തോട് അഡ്വൈസ് ചെയ്യുന്നൊരു കത്തായിരുന്നു അത് അനുചിതമാണെന്ന് സർക്കാർ കണ്ടെത്തിയത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, ഈ സമയത്തല്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ് നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിക്കുക? ഇത് അടുത്തൊരു സംഭവത്തോടെ ഇത് മറന്നുപോകുന്ന ഒരു സ്വഭാവം മലയാളികൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ 2018 തൊട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എല്ലാ വർഷവും വലിയ തോതിലുള്ള പാരിസ്ഥിതികമായ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഇതുപോലെ മലയിടിച്ചിലുണ്ടാകുന്നു, ഉരുൾപൊട്ടലുണ്ടാകുന്നു. അപ്പോൾ ഇതിലെല്ലാം തർക്കമില്ലാത്തൊരു കാര്യം, കേരളം രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ, റിഹാബിലിറ്റേഷൻ്റെ കാര്യത്തിലൊക്കെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്.
വളരെ നല്ല നിലയിൽ ഈ ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിൽ, അവർക്ക് മെച്ചപ്പെട്ട റിലീഫ് ക്യാമ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പുനരധിവാസം പിന്നെ പലപ്പോഴും സാങ്കേതികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇങ്ങനെയെല്ലാം വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരം കാര്യങ്ങളെ തുടക്കം മുതൽ തന്നെ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇപ്പം മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാധ്യമപ്രവർത്തകർക്ക് ജോഗ്രഫിയെക്കുറിച്ചോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കാലാവസ്ഥാപരമായിട്ടുള്ള സാങ്കേതികമായോ കാര്യങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായ ധാരണ അങ്ങനെ ആവാനും പാടില്ല. ലോകത്തെങ്ങും അങ്ങനെ തന്നെയല്ല. പക്ഷേ സാധാരണഗതിയിൽ ഏത് ദുരന്തമുണ്ടായാലും ലോകത്തെവിടെയായാലും മാധ്യമപ്രവർത്തകരുടെ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇത് കാര്യങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആളുകളെ, ആധികാരികമായി പറയാൻ കഴിയുന്നവരെ, വിദഗ്ധരായ ആളുകളെ സമീപിക്കുക. ആ ആളുകൾ വളരെ സുതാര്യമായി അവർക്കറിയുന്ന കാര്യങ്ങൾ, അവർ കണ്ടെത്തിയ കാര്യങ്ങൾ, അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് പലപ്പോഴും അവരുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാകാം, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ അവരുടെ ഉൾക്കാഴ്ചയുടെ ഭാഗമായിട്ടായിരിക്കാം. എന്തു തന്നെയായാലും അങ്ങനെ മാധ്യമങ്ങൾക്ക് ഈ വിദഗ്ധർ നൽകുന്ന വിവരങ്ങളാണ് ഒരു ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്യുക. മറുവശത്ത് അല്ലെങ്കിൽ ഒരുപാട് ഫേക്ക് ന്യൂസ് പരന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ വ്ളോഗേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ദുരന്തം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. പത്തരക്കാർ പടച്ചുവിടുന്ന സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അങ്ങേയറ്റം അബദ്ധജടിലമായ കാര്യങ്ങളെ പ്രതിരോധിക്കുന്നതിൽ സർക്കാരിന് പോലും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള വിദഗ്ധരായ ആളുകൾ സംസാരിക്കുക. ഇപ്പോൾ നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു അവിടേക്ക് ശാസ്ത്രജ്ഞരൊന്നും പോകേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ നോക്കുക, എത്ര തടഞ്ഞാലും വ്യത്യസ്തരായ രാഷ്ട്രീയ നേതാക്കന്മാർ വരുന്നു, ഉദ്യോഗസ്ഥന്മാർ വരുന്നു, ദുരന്ത ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്ര ഡിസ്കറേജ് ചെയ്താലും ആളുകൾ വരുന്നു. അതുപോലെയല്ല ഈ വിദഗ്ധരായ മനുഷ്യർ വരുന്നത്. ഈ വിദഗ്ധരായ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ശാസ്ത്രജ്ഞന്മാർ വലിയൊരു ജനക്കൂട്ടോ ആൾക്കൂട്ടോ ഒന്നുമല്ല. അപ്പോൾ കേരളത്തിൽ ഇതിനു മുന്നേ നടന്നിട്ടുള്ള ഒരു ദുരന്തത്തിൽ പോലും ശാസ്ത്രജ്ഞന്മാരോ വിദഗ്ധന്മാരോ ഗവേഷകന്മാരോ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ച ഒരു സന്ദർഭം പോലും നമുക്ക് കാണാനില്ല. അപ്പോൾ ഇവിടെ ചോദ്യം കാര്യങ്ങൾ സുതാര്യമായി നടക്കണ്ടേ എന്നുള്ള കാര്യമാണ്. രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ വലിയ നേട്ടം ഉണ്ടാക്കി, ആളുകളെ റിഹാബിലിറ്റേഷൻ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിന് നേട്ടമുണ്ടാക്കി. അതുപോലത്തെ ഒരു ലോക മാതൃക കേരളം സൃഷ്ടിക്കേണ്ട മേഖല എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു സുതാര്യതയാണ്. കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ആളുകൾ അറിയട്ടെ, ആളുകൾ മനസ്സിലാക്കട്ടെ, ഇതിനകത്ത് എന്താണ് പ്രശ്നം വരുന്നത്. ഒപ്പം തന്നെ ഒരു ദുരന്തം നടക്കുമ്പോൾ തന്നെയാണ് അത് എങ്ങനെയുണ്ടായി എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ മുന്നോട്ട് പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ഇതേ ദുരന്തം മറ്റെവിടെയെങ്കിലും ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെ ഒരുപാട് ആശങ്കകൾ മനുഷ്യരുടെ മനസ്സിൽ വരും. ഇപ്പൊ തന്നെ ഈ പ്രദേശം വളരെ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്നും ഇതൊരു ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ആണെന്നും ഒരുപാട് മുമ്പേ തന്നെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ ഇത് ആവർത്തിക്കില്ലേ എന്നുള്ള ചോദ്യം ആളുകൾക്ക് ഉണ്ടാവാം, ആളുകൾക്ക് ഭീതി ഉണ്ടാവാം. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ കൃത്യമായ വിവരം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മളിപ്പോൾ റെസ്ക്യൂവിലും റിഹാബിലിറ്റേഷനിലും മാത്രം ഫോക്കസ് ചെയ്താൽ മതി, മറ്റൊരു കാര്യവും ശ്രദ്ധിക്കരുത് പറഞ്ഞതിൽ അർത്ഥമില്ല. കാരണം രക്ഷാപ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ ആരും തടസ്സപ്പെടുത്തുന്നില്ല, അവരോട് അങ്ങേയറ്റത്തെ ആദരവ് നമുക്കുണ്ട്. അതുപോലെ തന്നെ സർക്കാരിന്റെ ഏജൻസികളും അവിടെ ദുരന്തത്തിലാണ്ടുപോയ മനുഷ്യരെ രക്ഷിക്കാൻ നടന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും മാധ്യമങ്ങളും പൊതുസമൂഹവും എല്ലാം അങ്ങേയറ്റത്തെ പിന്തുണ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ലേ, അടിസ്ഥാനപരമായി ഒരു ജനാധിപത്യ സമൂഹം മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ എങ്ങനെയാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. കാലാവസ്ഥാ മാറ്റത്തിനപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടപെടലുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവിടെയെല്ലാം മുൻവിധികളില്ലാത്ത ശാസ്ത്രീയമായ സ്വതന്ത്രമായ സമഗ്രമായ സത്യസന്ധമായ വിവരങ്ങളല്ലേ പുറത്തു വരേണ്ടത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാൽ മാത്രമല്ലേ ഒരു ശാസ്ത്രത്തിലധിഷ്ഠിതമായ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ നോക്കുക, കേരളം പോലും സമൂഹത്തിൽ വളരെ ശാസ്ത്രത്തിനും പുരോഗമനാത്മകതയ്ക്കും എല്ലാം പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരാണ് പറയുന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ പാടില്ല, സയന്റിഫിക് സമൂഹം മാധ്യമപ്രവർത്തകരുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇന്ററാക്ഷൻ നടത്താൻ പാടില്ല എന്ന് പറയുന്നത്. അത് പിൻവലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉത്തരവിറക്കാൻ പറഞ്ഞു. അതിനുശേഷം ചീഫ് സെക്രട്ടറി വീണ്ടും പുറത്തിറക്കിയ ഒരു ഉത്തരവ് കാണാനിടയായി. അതിൽ പോലും വളരെ ദുരൂഹമായ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പോലെയല്ല, കൂടുതൽ ആശയക്കുഴപ്പം അദ്ദേഹം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ദുരന്തങ്ങൾ വരുമ്പോൾ ആ ദുരന്തങ്ങളിൽ എന്തെങ്കിലും ഒളിക്കാനുണ്ട് എന്ന് വരുന്നത് നമ്മൾ ചെയ്യുന്ന നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടങ്ങളുടെ എല്ലാം ശോഭ കെടുത്തി കളയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ മാനിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ. ഇപ്പോ
രാജ്യത്തിന്റെ ജനാധിപത്യത്തിനോ പരമാധികാരത്തിനോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനോ ഒക്കെ എതിരായിട്ടുള്ള കാര്യങ്ങൾ ആരും ലീക്ക് ചെയ്ത് കൊടുക്കണമെന്നോ മാധ്യമങ്ങൾ അതെല്ലാം കണ്ടെത്തി പബ്ലിഷ് ചെയ്യണമെന്നോ അല്ലല്ലോ പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഈ വെള്ളം എങ്ങനെ മാനേജ് ചെയ്യണം, ഇനി മുന്നോട്ട് ഇതുപോലുള്ള ദുരന്തങ്ങൾ വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യണം, ഇനി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും, ഒരു സമൂഹം എന്ന നിലയിൽ ജനങ്ങൾ എന്ത് ചെയ്യണം, പൗരസമൂഹം എന്ത് ചെയ്യണം, സർക്കാർ എന്ത് ചെയ്യണം, വിദഗ്ധരെന്ത് ചെയ്യണം, ശാസ്ത്രജ്ഞന്മാരെന്ത് ചെയ്യണം, ഈ കാര്യങ്ങളിലെല്ലാം ചിന്തകൾ വേണ്ടേ? അത് ഈ സമയത്തല്ലാണ്ട് പിന്നെ നമ്മൾ എപ്പോഴാണ് പറയേണ്ടത്? ഇപ്പം ഈ സമയത്ത് നമ്മൾ ഭരിക്കുന്ന സർക്കാരിനും രക്ഷാപ്രവർത്തകർക്കും ആദരവ് അർപ്പിച്ചുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളിലും മറ്റെല്ലാ സംവാദങ്ങളിലും മാറി നമ്മൾ നിൽക്കണം എന്നാണോ ഈ പറയുന്ന ആളുകൾ പറയുന്നത്? അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരുപാട് കാര്യങ്ങൾ എവിടെയൊക്കെയോ മറച്ചു വെക്കാറുണ്ടെന്നല്ലേ, എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകണമെന്നല്ലേ? ആ രീതി നമുക്ക് ശരിയാണോ? കാരണം നമ്മൾ നോക്കുക, നമ്മൾ ദുരന്തത്തിൽ റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ വലിയൊരു മാതൃക സൃഷ്ടിച്ചു. പക്ഷെ നമുക്ക് അഡ്വാൻസ്ഡ് വാർണിംഗ് കൊടുക്കുന്ന കാര്യത്തിൽ ആളുകളെ ഒരു ഡിസാസ്റ്റർ പ്രിപ്പയർനെസിന്റെ കാര്യത്തിൽ നമ്മൾ പിന്നോക്കം തന്നെയാണ്. അത് നമ്മൾ അംഗീകരിക്കാതെ പറ്റില്ല. കാരണം 2013 ഒട്ടും തന്നെ ഈ എൻവയോൺമെന്റലി ഫീസിബിൾ അല്ലാതെ കണ്ടെത്തിയ ഈ മേഖലയിൽ ഇത്രയും മനുഷ്യരുണ്ട്. ഓരോ മഴക്കാലം വരുമ്പോഴും ഇവിടെ ദുരന്തം ഉണ്ടാവില്ല എന്ന് നമ്മൾ എന്ത് അനുമാനത്തിലാണ് എത്തിയത്? ഈ മനുഷ്യരെ രക്ഷിക്കുന്ന തരത്തിൽ മുൻകൂട്ടിയുള്ള ഇടപെടലുകൾ നമ്മൾ പരാജയപ്പെട്ടില്ലേ? ഇത്തരത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ടെന്ന് പറയുന്നു. ഈ ഹസാർഡസ് മാപ്പിംഗ് നടത്തിയപ്പോൾ ഏതാണ്ട് 1,00,000 പേരോ മറ്റോ അതിനകത്ത് വളറബിൾ ആയിട്ടുള്ള മേഖലകളിൽ ഇന്നും താമസിക്കുന്നുണ്ട്. ഈ മനുഷ്യരോട് നമുക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടേ? ഈ മനുഷ്യർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടേ? ഇപ്പം നാളെ ഇതുപോലത്തെ ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളല്ലേ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും വിദഗ്ധരുടെ ഭാഗത്തുനിന്നും വേണ്ടത്? അത്തരത്തിലുള്ള ശ്രമങ്ങളെ ഗുണപരമായി സ്വാധീനിക്കുന്ന തരത്തിലല്ലേ സർക്കാർ പെരുമാറേണ്ടത്? അല്ലാതെ ഇങ്ങനെയൊക്കെ ഒരു ഓർഡർ ഇറക്കി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു മോശപ്പേര്. കാരണം കേരളത്തിന് പുറത്തുള്ള സമൂഹം, രാജ്യത്തുള്ള സമൂഹം, ആഗോള സമൂഹം തന്നെ വയനാടിനെയും വയനാട്ടിലെ കാര്യങ്ങൾ, സർക്കാർ അവിടെ ചെയ്യുന്ന കാര്യങ്ങളെയും സൂക്ഷ്മമായി വിലയിരുത്തുകയും സൂക്ഷ്മമായി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്നൊരു വലിയൊരു വീഴ്ചയാണ്, ഒരു വലിയ മോശം മാതൃകയാണിത്. കാരണം പരമാവധി സുതാര്യതയാകണം രക്ഷാപ്രവർത്തനത്തിൻ്റെയും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിനെതിരായ ഏത് തരം പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടായാലും ആളുകൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു റിഹാബിലിറ്റേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതിലാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വികസന സങ്കല്പങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിലാകട്ടെ, ഇനി കൂടുതൽ ദുരന്തങ്ങൾ വരാതെ നോക്കുന്ന കാര്യത്തിലാവട്ടെ, എല്ലാത്തിനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ടും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും മാധ്യമങ്ങളെ വിശ്വാസത്തിലെടുത്തും സമൂഹത്തെ വിശ്വാസത്തിലെടുത്തും അല്ലേ ചെയ്യേണ്ടത്? ശരി, കേശാജി ഞാൻ വരാം. ശ്രീ ഹാമിദ് അലി, ഓഗസ്റ്റ് മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു മഴയുടെ പാറ്റേൺ അനുസരിച്ച് ഈ ഓഗസ്റ്റ് മാസവും സെപ്റ്റംബർ മാസവും മഴ നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് മാത്രമല്ല 2018 പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തൊരു മാസം കൂടിയാണ് ഓഗസ്റ്റ്. ഇവിടെ ഷാജി ചൂണ്ടിക്കാട്ടിയതുപോലെ 1,00,000-ഓളം മനുഷ്യർ ഇപ്പോഴും ഈ റെഡ് സോണിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ റെഡ് അലേർട്ടിനും ഓറഞ്ച് അലേർട്ടിനും ഇടയിൽ റെഡ് സോണിൽ താമസിക്കുന്ന മനുഷ്യരുണ്ട്. ഈ മനുഷ്യരെ പറ്റി പോലും നമ്മൾ സംസാരിക്കേണ്ടതില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് ഈ സമയത്ത് നമ്മൾ രക്ഷാദൗത്യത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഈ 1,00,000-ഓളം മനുഷ്യർ ഇത്തരം മേഖലകളിൽ താമസിക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കണ്ടേ? തീർച്ചയായിട്ടും 2019 പ്രളയ സമയത്ത് വ്യാപകമായ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളാണ് വയനാടിൻ്റെ സൗത്ത് ഭാഗം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വയനാട് എന്ന് വിളിക്കുന്നതിനേക്കാളും പ്രധാനമായി വിളിക്കേണ്ടത് ചാലിയാർ നദീതടം എന്നാണ്. ഈ 2019 കവളപ്പാറയിലും പുത്തുമലയിലും ഉണ്ടായ ദുരന്തത്തെ തുടർന്ന് ഈ മേഖലയെക്കുറിച്ച് പിന്നീട് അന്നത്തെ രക്ഷാദൗത്യങ്ങൾ കഴിഞ്ഞു, പുനരധിവാസ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ എന്താണ് ഈ മേഖലയെക്കുറിച്ച് നമ്മൾ പുതുതായിട്ട് പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ 0 ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലൊരു ഉദാഹരണം പറയാൻ, ഗൂഗിൾ മാപ്പാണ് ഇപ്പോഴും നമ്മുടെ ദൗത്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് തെറ്റായി മാർക്ക് ചെയ്തതാണ് പലപ്പോഴും തെരച്ചിലിന് പോലും ഒരു ഉത്തരവ് വരുന്നത്. ഇരുവഴിഞ്ഞിപ്പുഴയിലും മൃതദേഹം തിരയാനുള്ള ഉത്തരവാണ് ആദ്യ ദിവസത്തിൽ കണ്ടത്. അപ്പോൾ അതിന് കാരണമായി തീർന്നത് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുമ്പോൾ ഇരുവഴിഞ്ഞിപ്പുഴയുടെ തുടക്കം വെള്ളരിമലയിൽ നിന്നാണ്. വെള്ളരിമലയുടെ പടിഞ്ഞാറൻ ചെരുവിൽ ആനക്കാംപൊയിലേക്ക് അരിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന അനേകം വെള്ളച്ചാട്ടങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് വെള്ളരിമല എന്ന് പറയുന്ന 2300ഓളം മീറ്റർ ഉയരമുള്ള പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ വയനാട് ചുരം മുതൽ നാടുകാണി ചുരം വരെയുള്ള ഒരു ഹോസ് ഷൂ പോലെ കിടക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ ചില പ്രത്യേകതകളുണ്ട്. സാധാരണഗതിയിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മൾ ചുരം കയറി വരുമ്പം കാണുന്ന ചെമ്പ്രാമലയും തുടർന്ന് സൗത്ത് ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ, അതായത് മേപ്പാടി ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ കാണുന്ന വെള്ളരിമലയും
അതിനിടയിൽ കാണുന്ന അട്ടമല, അരണമല, ചൂരൽമല തുടങ്ങിയ അനേകം ക്യാമൽ ഹംസുകൾ, ഇതിനെല്ലാം പശ്ചിമഘട്ടത്തിന് മറ്റെവിടെയും കാണാത്ത രീതിയിൽ കിഴക്കും പടിഞ്ഞാറും തെക്കും ചെരിവുകളുണ്ട്, അനേകം പോക്കറ്റുകളുണ്ട്. ഈ പോക്കറ്റുകളിലേക്കാണ് മഴമേഘങ്ങൾ വന്ന് ചേർന്ന് തിമർത്ത് പെയ്യുന്നത് പലപ്പോഴും. ഇത് വ്യാപകമായ ഉരുൾപൊട്ടലിനും മലയിടിച്ചിലിനും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഇത് 80കളിൽ ഉണ്ടായിട്ടുണ്ട്, 90കളിൽ ഉണ്ടായിട്ടുണ്ട്. അനേകം ഉരുൾപൊട്ടലുകൾക്ക് വിധേയമായ സ്ഥലമാണ്. ഇതിനെ ചാലിയാർ തടം എന്നാണ് വിളിക്കാൻ നല്ലത്. ഈ വെള്ളരിമലയുടെ പടിഞ്ഞാറൻ ചെരിവിലാണ് ഇരുവഴിഞ്ഞി പുഴയെങ്കിൽ വെള്ളരിമലയുടെ കിഴക്കൻ ചെരിവിലാണ് ഈ ചുള്ളിക്കാപ്പുഴ, കള്ളാടിപ്പുഴ തുടങ്ങിയ അനേകം ചെറുപുഴകൾ ചേർന്ന് ചാലിയാറിന് തുടക്കം ഉണ്ടാകുന്നത്. അപ്പോഴും ചാലിയാർ എന്നുള്ള പേര് അവിടെ സൂചിപ്പിക്കുന്നതിന് പകരം മാപ്പ് വരച്ച ആൾ വെള്ളരിമലയുടെ മുകളിൽ തന്ന് പിന്നെ താഴേക്ക് കിഴക്കൻ ചെരുവിലേക്കുള്ള നീർച്ചോലയ്ക്കും ഇരുവഴിഞ്ഞി എന്ന് എഴുതിയത് കൊണ്ട് പോലീസ് ഓഫീസേഴ്സ് ഈ ഇരുവഴിഞ്ഞി പുഴയിൽ തെരച്ചിൽ നടത്താനുള്ള ഉത്തരവിട്ടുന്നതായി കാണുന്നു. ഇരുവഴിഞ്ഞി പുഴയിൽ വെള്ളപ്പൊക്കത്തിൻ്റെ കാരണം ഇന്നതാണ്, മുണ്ടക്കയിലെ ദുരന്തമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ പുത്തുമലയും കവളപ്പാറയും കഴിഞ്ഞപ്പോഴും പോലും ആവർത്തിച്ച് പറഞ്ഞതാണ് പുത്തുമലയിൽ അല്ലെങ്കിൽ ചൂരൽ മലയിലുണ്ടാകുന്ന ദുരന്തം ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത് നിലമ്പൂർ താഴ്വാരത്തായിരിക്കും. 2019 നിലമ്പൂരിൽ ഈ പോത്തുകല്ലിന് സമീപം കൈപ്പിനിയിൽ ഒരു വലിയ പാലം, ചാലിയാർ പുഴക്ക് കുറുകെയുള്ള, അവിടെ നീർപ്പുഴ എന്നാണ് നാട്ടുകാർ പറയുന്ന പേര്. അപ്പോഴും ചാലിയാർ എന്നുള്ള പേര് പോലും വന്നു ചേർന്നിട്ടില്ല. ചാലിയാർ എന്നുള്ള പേര് യഥാർത്ഥത്തിൽ ചാലിയാർ പുഴയ്ക്ക് വരുന്നത് ഈ ചാലിയാർ മുക്ക് എന്ന് പറഞ്ഞ് നിലമ്പൂർ ടൗണിൽ KFRAയുടെ അല്ലെങ്കിൽ സമീപത്തുള്ള ഒരു മുക്കിൽ 3 പുഴകൾ ചേരുമ്പോഴും അതിൻ്റെ മേലെയുള്ള അനേകം ചെറു പുഴകൾ ചേരുമ്പോഴാണ് ചാലിയാർ എന്നുള്ള പേര് വരുന്നത്. അതുവരെ നാട്ടുകാർക്ക് പലതരത്തിലുള്ള പേരുകളുണ്ട്. അരണപ്പുഴയുണ്ട്, കലക്കം പുഴയുണ്ട്, കാരക്കോടം പുഴയുണ്ട്. ഈ ചാലിയാർ നദീതടത്തിലേക്ക് വരുന്ന എല്ലാ പുഴകളും ചേർന്ന് ഈ നിലമ്പൂർ ടൗണിൽ വെച്ചാണ് പുഴ ചാലിയാർ എന്നുള്ള പേര് അല്ലെങ്കിൽ ജനങ്ങൾ ചാലിയാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബയോ മാപ്പ്, നമുക്ക് പൊളിറ്റിക്കൽ മാപ്പാണുള്ളത്. 3 ജില്ലകളുടെ സംഗമ ഭൂമിയാണ് വെള്ളരിമല എന്ന് പറയുന്നത്. അതിൻ്റെ മേപ്പാടി ഭാഗം വയനാട്ടിലേക്കും അതിൻ്റെ ഈ പടിഞ്ഞാറൻ ചെരിവ് ആനക്കമ്പയിൽ ഭാഗം കോഴിക്കോട് ജില്ലയിലേക്കും അതിൻ്റെ പോത്തുകല്ലിലേക്ക് കിഴക്കോട്ടേക്ക് ചാലിയാറിൻ്റെ തുടക്കം എന്ന് പറയുന്ന ഈ പറയുന്ന പുത്തുമല നിന്ന് വരുന്ന വെള്ളം സൂചിപ്പാറ വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് കിഴക്കോട്ടേക്ക് സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ ചാലിയാർ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണെങ്കിലും അതിൻ്റെ ആദ്യത്തെ 30ഓളം കിലോമീറ്റർ കിഴക്ക് തെക്ക് ഭാഗത്തേക്കായിട്ട് സഞ്ചരിച്ച് നിലമ്പൂരിലെ പോത്തുകല്ല് മുണ്ടേരി ഭാഗത്തെത്തുമ്പോഴാണ് അത് ജനവാസ കേന്ദ്രത്തിലെത്തുന്നത്. അപ്പോൾ ഇത്രയും ദൂരം കാട്ടിലേക്ക്, അപ്പോൾ 2000 മീറ്റർ ഉയരത്തിൽ നിന്ന് നിലമ്പൂർ താഴ്വാരത്തേക്ക് അതിശീഘ്രം കുതിച്ചു പായുന്ന ഒരു പുഴക്ക് കുറുകെയാണ് പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പണിയുകയും 2019 റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഷട്ടർ പൊക്കി വച്ചിരുന്നെങ്കിലും വന്ന് ചേർന്ന സെഡിമെൻസുകൾ മുഴുവനും അടിഞ്ഞ് അതൊരു വലിയ ദുരന്തത്തിന് പുഴ ഗതി മാറി ഒഴുകുകയും ചെയ്തത് കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ചാലിയാറിന് കുറുകെ റെഗുലേറ്റർ പണിയേണ്ടത്? എങ്ങനെയാണ് ഈ പുഴയുടെ തലപ്പിലുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മലഞ്ചെരിവുകളിൽ കിഴക്കാൻ തൂക്കായി കിടക്കുന്ന വെള്ളരിമലയുടെ ചെരിവുകളിലെ മനുഷ്യരെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനവും 2019 ഈ പുത്തുമല ദുരന്തത്തിനും കവളപ്പാറ ദുരന്തത്തിനും ഭൂതാന ദുരന്തം, ഇത് 3ഉം ചാലിയാർ നദീതടത്തിലാണ്. അതേ സമയത്ത് തന്നെ മനുഷ്യ മരണം കുറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അപകടങ്ങൾ കുറഞ്ഞതുകൊണ്ട് തൊട്ട് പടിഞ്ഞാറൻ ചെരിവിൽ ഓടക്കയം ഭാഗത്തുണ്ടായ ദാരുണമായ ഉരുൾപൊട്ടലുകൾ 30ഓളം ഉരുൾപൊട്ടലുകൾ വിശദമായ പഠനത്തിന് വിധേയമാക്കിയിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്ഥലം പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടാൽ തങ്ങൾ ഏതോ അർത്ഥത്തിൽ ആഴത്തിലേക്ക് പതിക്കപ്പെടും എന്ന ഒരു തെറ്റുധാരണ സമൂഹത്തിൽ പലരും കപടശാസ്ത്രവാദികളും അല്ലെങ്കിൽ പലതരത്തിലുള്ള ആളുകളും ചേർന്ന് ജനങ്ങളിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. തങ്ങൾ എന്നേക്കുമായി ഒന്നിനും കൊള്ളാത്തവരായിത്തീരും, തങ്ങളുടെ ഭൂമി ഒട്ടും വിലയില്ലാത്തതായിത്തീരും, തങ്ങളുടെ വികസന പ്രക്രിയകൾ തകിടം മറിഞ്ഞു പോകും എന്ന ഒരു ഭീതി പലരും ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു പ്രദേശം ഇന്നതാണ്, ഇപ്പോൾ കടൽ തീരമാണ് ഞാൻ താമസിക്കുന്നതെന്ന ബോധം കടൽ തീരവാസികളിൽ ഉണ്ടാകുന്നത് അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. പുഴ തീരത്താണ് ഞങ്ങൾ താമസിക്കുന്നത്, ഇതൊരു ഫ്ലഡ് പ്ലെയിൻ ഏരിയയിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന ഒരു ഫ്ലഡ് പ്ലെയിൻ ഏരിയയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് രാഷ്ട്രീയമാണ്, നമ്മുടെ രാഷ്ട്രീയ ബോധന ഭാഗമായി ഉണ്ടാവേണ്ടതാണ്. പക്ഷെ മറിച്ച് ഇതൊരു ഫ്ലഡ് പ്ലെയിൻ ഏരിയയാണ്, ഇതൊരു വെള്ളപ്പൊക്ക ബാധിത പ്രദേശമാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതോടുകൂടി തങ്ങളുടെ ഭൂമിക്ക് വില കുറയും എന്ന ഒരു ഭീതി ജനിപ്പിക്കും, അല്ലെങ്കിൽ തങ്ങളുടെ വികസന പ്രക്രിയകൾ തകിടം മറിയും എന്ന ഒരു ഭീതി ജനിപ്പിക്കും.
തങ്ങൾക്കിടയിൽ ഇനി ഒരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാവില്ല എന്ന ഒരു ആശങ്ക അവരിൽ ഉണ്ടാക്കും. ഇത്തരത്തിലുള്ള ആശങ്കകളുടെ ഇടയിലാണ് മലയോരവാസികൾ ഞങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. നമ്മൾ ഓരോരുത്തരും ചാലിയാർ നദീതടം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ സവിശേഷമായ ഭൂപ്രകൃതിയുള്ള ഇടമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഗുജറാത്ത് മുതൽ താമരശ്ശേരി ചുരം വരെയുള്ള അറബിക്കടലിനോട് ഓരം ചേർന്നുള്ള അതിൻ്റെ സഞ്ചാരം, താമരശ്ശേരി ചുരം മുതൽ പിന്നീട് കിഴക്കോട്ടേക്ക് ഒരു ഷൂ പോലെ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നീടുള്ള സഞ്ചാരം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ചാലിയാർ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള പുഴയായിത്തീരുന്നത്. ഒരു ഷേപ്പിൽ ഇങ്ങനെ ഈ പശ്ചിമഘട്ടം കിഴക്കോട്ടേക്ക് വഴിക്കടവ് ചുരം വരെ അങ്ങ് കയറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിന് തെക്കൻ ചെരിവുണ്ട്, പടിഞ്ഞാറൻ ചെരിവുണ്ട്, കിഴക്കൻ ചെരിവുണ്ട്. ഇത്തരം ചെരിവുകളിലൊക്കെ അനേകം ചോലകളുണ്ട്. ഇതിലെല്ലാം മനുഷ്യർ താമസിക്കുന്നുണ്ട്. ആദിമ നിവാസികളായ മനുഷ്യരുൾപ്പെടെ പലതരം ലയങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരുൾപ്പെടെ കർഷകരായ സാധാരണക്കാരായ മനുഷ്യരാണ് ഏറെക്കുറെ ഈ ചെരുവുകളിലെല്ലാം താമസിക്കുന്നത്. ഇവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ 2018-ലും 2019-ലും ഉണ്ടായ പ്രളയത്തെ തുടർന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പഠനം നടന്നിട്ടില്ല. പഠനത്തിന് മാത്രമല്ല, ഈ ഗാഡ്ഗിൽ എന്ന പേരിലോ അല്ലെങ്കിൽ കസ്തൂരിരംഗൻ എന്ന പേരിലോ ഉണ്ടാകുന്ന വിവാദങ്ങളുടെ പിറകെ പോവുക എന്നല്ലാതെ അതിനു മുന്നേ 86 ഗാഡ്ഗിൽ വരാൻ കാരണമായി തീർന്ന 86-ലെ പരിസ്ഥിതി സംരക്ഷണ നിയമം, അതിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഒരു കമ്മിറ്റി വരെ വരുന്നത്. പക്ഷേ അതിൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റി രൂപീകരിക്കും. എത്ര അതോറിറ്റികളുണ്ട് കേരളത്തിൽ? എത്ര ബോർഡുകളുണ്ട് കേരളത്തിൽ? കേരളത്തിൽ എല്ലാത്തിനും ബോർഡും കമ്മിറ്റിയും ഉണ്ടെങ്കിൽ പശ്ചിമഘട്ടത്തെക്കുറിച്ചൊരു അതോറിറ്റി ഉണ്ടോ? ആ 86-ൽ തന്നെ അതോറിറ്റി രൂപീകരിക്കണം നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നേ വരെ പശ്ചിമഘട്ട അതോറിറ്റി രൂപീകരിക്കപ്പെട്ടിട്ടില്ല. എന്താണ് ഇപ്പോഴും കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ പല ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾക്കും തങ്ങളുടെ ഭൂപ്രകൃതി അറിയില്ല. ഉദാഹരണത്തിന് മുത്തങ്ങപ്പുഴയിൽ ഒരു വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴുകി ചേരുന്നത് ചാലിയാറിലേക്കാണോ അതോ പനമരം പുഴയിലേക്കാണോ? പനമരം പുഴ ഒഴുകി ചേരുന്നത് അല്ലെങ്കിൽ ബാണാസുര സാഗർ ഡാം ഷട്ടർ തുറന്നപ്പോൾ ചാലിയാർ നദീതീരവാസികൾ ജാഗ്രത പുലർത്തുക എന്നത് 2019-ലുണ്ടായിരുന്ന ഒരു വാർത്തയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ബാണാസുര സാഗറിൻ്റെ ഷട്ടർ തുറക്കുമ്പോൾ അത് ഒഴുകിപ്പോകുന്ന പുഴ കാവേരി നദീതടത്തിലേക്കും മൈസൂരിലേക്കുമാണ് പോകുന്നത് എന്ന ധാരണ പോലും ഇല്ലാതെയാണ് പ്രസ് റിലീസ് ചെയ്തിരുന്നത്. അപ്പോൾ വയനാടിൻ്റെ ഭൂപ്രകൃതി, ഈ ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ ഭാഗമായ വയനാടിൻ്റെ ഈ മാനന്തവാടി ഭാഗത്തിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് കിഴക്കോട്ടയാണെന്നും കക്കയം റിസർവോയറിലേക്കാണ് ബാണാസുര സാഗറിലെ വെള്ളം എത്തിച്ചേരുന്നതെന്നും കക്കയം റിസർവോയറിലെ ഷട്ടർ തുറന്നാൽ അത് പെരുവണ്ണാമുഴി ഡാമാണ് നിറയുന്നതെന്നും പെരുവണ്ണാമുഴി ഡാമിലെ വെള്ളമാണ് താഴെ കുറ്റ്യാടി പുഴയിലേക്ക് ഒഴുകുന്നതെന്ന സാമാന്യ ഭൂശാസ്ത്രം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ മാപ്പിൻ്റെ അപ്പുറത്ത് ഒരു ജൈവ ഭൂപടം നമ്മുടെ മനസ്സിലില്ല, എപ്പോഴും ആരുടെ മനസ്സിലുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പലരും മോഹിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടകരമാണ് ഈ സന്ദർഭത്തിൽ അത് പറയുന്നത്, എങ്കിലും പറയട്ടെ. ഈ വാണിയമ്പുഴ, നമ്മുടെ നിലമ്പൂരിലെ മുണ്ടേരിയിൽ ഈ പറയുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന പുഴക്കക്കരെ 2-3 കോളനികളുണ്ട്, ആദിവാസി കോളനികളുണ്ട്. അവിടേക്കൊരു പാലം തകർന്നിട്ട് 4 വർഷമായി. ഈ പാലം പുനർനിർമ്മിക്കാത്തതിൻ്റെ കാരണമായി പറയപ്പെടുന്നത് മലയോര ഹൈവേ വരുമ്പോൾ പാലം ഉണ്ടാകും, അപ്പോൾ കുറേ കൂടി ആ വലിയ പദ്ധതി വരുന്നു. ആ മലയോര ഹൈവേ എന്ന് പറയുന്നത് ഈ മുണ്ടേരിയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള സ്വപ്നപാതയാണ്, തുരങ്കപാതയെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ചെങ്കുത്തായ മലഞ്ചെരുവുകളിലൂടെ ഒരു പാത പോലും സ്വപ്നം കാണുന്ന രീതിയിലാണ് നമ്മുടെ ഇപ്പോഴും 2019-ലെ ഈ പുത്തുമല സംഭവിച്ചതിന് ശേഷവും, പുത്തുമല എന്ന് പറയുന്നത് താഴ്വാരവും കവളപ്പാറ, പുത്തുമല എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ ഈ പറയുന്ന കിഴക്കൻ ചെരിവാണ്. ഈ ക്യാമൽ ഹമ്പിൻ്റെ കിഴക്കൻ ചെരുവിലേക്ക് പോത്തുകല്ലിലേക്കുള്ള ചാലിയാറിൻ്റെ പ്രധാന തുടക്കമാണ്. അപ്പോൾ എന്താണ് ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്? ഈ മലഞ്ചെരുവിനെ വെട്ടി മുറിച്ചുകൊണ്ട് അനേകം പാതകൾ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് വികസന പ്രവർത്തനങ്ങൾ മലഞ്ചെരുവിലെ മനുഷ്യർക്ക് ചെന്നു തരുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള മലഞ്ചെരുവുകളിൽ മനുഷ്യരെങ്ങനെയാണ് താമസിക്കുന്നത്, മനുഷ്യരെങ്ങനെയാണ് അവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നത്, അവരുടെ ജീവിത വഴികളെ എങ്ങനെയാണ് കൂടുതൽ മെച്ചപ്പെടുത്തുന്നത് എന്നത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു തരത്തിലുള്ള മുന്നേറ്റവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴും നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളാണ് മലഞ്ചെരുവിലും പുഴതീരത്തും നടത്തുന്നത്. ശരി, ശ്രീ മുരളീധരൻ, ഇവിടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്നൊരു അതോറിറ്റി നമുക്കുണ്ട്. പലതിനും അതോറിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ഉള്ള അതോറിറ്റിയെ കുറിച്ച് സംസാരിക്കണമല്ലോ.
ഈ അതോറിറ്റിയുടെ വെബ്സൈറ്റ് തുറന്നു നോക്കിയാൽ ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ ഡിസാസ്റ്ററുകളെ കുറിച്ച് ഒരു പരാമർശവുമില്ല. അതിലാകെയുള്ളത് IMDയിൽ നിന്ന്, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന അലേർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, കഴിഞ്ഞൊരു 5-8 വർഷമായി ഏറ്റവും കൂടുതൽ ആളുകൾ പ്രകൃതി ദുരന്തത്തിൽ മരിക്കുന്നത് മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ വഴിയാണ്. അപ്പോൾ ഉരുൾപൊട്ടൽ മേഖലകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല. ഇപ്പോൾ ഈ ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ, മുണ്ടക്കയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ സമാനമായ പ്രദേശങ്ങളിൽ മനുഷ്യർ ജീവിക്കുകയാണ്. അപ്പോൾ ഈ സമാനമായ പ്രദേശം എന്ന് പറയുമ്പോൾ സമാനമായ ഭൂഘടനയുള്ള, സമാനമായ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ, ഇവർക്ക് ഈ സമയത്ത് വാണിംഗ് കൊടുക്കണ്ടേ? പ്രത്യേകിച്ചും ഓഗസ്റ്റ് മാസത്തിൽ മഴ തുടരും എന്നുള്ളൊരു പ്രഡിക്ഷനിൽ. ആദ്യമേ തന്നെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച 2 വ്യക്തികളും 1-2 കാര്യങ്ങളിൽ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞത്. ഒന്ന്, ഞാൻ സംസാരിച്ചത് പഠനം നടത്തണ്ടെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. പഠനം നടത്തിയേ പറ്റുള്ളൂ, പഠനം നടത്തണം. പക്ഷേ ഇമ്മീഡിയറ്റായി ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഇത്രയും കോലാഹലങ്ങൾ നടക്കുന്ന ഈ സമയത്ത് അവിടെ പഠനം നടത്തണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ റെസ്ക്യൂ ഓപ്പറേഷനെ അത് ശരിക്കും ബാധിക്കും. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്. 2005 കൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ഇന്ത്യയിൽ നടക്കുന്ന ലാൻഡ്സ്ലൈഡിനെ കുറിച്ച് പഠിക്കുന്നതിനും അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൊടുക്കുന്നതിന് വേണ്ടി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് അത് ഏൽപ്പിച്ചത്. 2005 അതിനുശേഷം ഇവിടെ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ലാൻഡ്സ്ലൈഡിനെ കുറിച്ചും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു പ്രത്യേകിച്ച് ഒരു ഓർഡർ ഇല്ലാതെ തന്നെ, പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർഡർ ഇല്ലാതെ തന്നെ ഇത് സുവമോട്ടായിട്ട് നമ്മൾ ഇത് എടുത്ത് പഠിക്കുന്നതാണ്. പഠിച്ച് അതിന് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾ കൊടുക്കാറുണ്ട്. അല്ല, എന്തുമാത്രം നിർദ്ദേശങ്ങൾ വിവിധ സർക്കാരുകൾ നടത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒരു പുനർവിചിന്തനത്തിന് നമ്മൾ പോകാറില്ല. അപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് പല ടൈപ്പ് വർക്കുണ്ട് ഈ ലാൻഡ്സ്ലൈഡിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി. ഒന്ന്, ഒരു റീജിയണൽ വൈസ് ലാൻഡ്സ്ലൈഡിനെ കുറിച്ച് പഠിക്കുക. 2, ഒരു മീഡിയം സ്കെയിലിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയയെ കുറിച്ചുള്ള ലാൻഡ്സ്ലൈഡിനെ കുറിച്ച് പഠിക്കുക. പിന്നെ ഒരു ലാൻഡ്സ്ലൈഡിന് ഇൻവെൻട്രി ഉണ്ടാക്കുക. ലാൻഡ്സ്ലൈഡ് ഇൻവെൻട്രി എന്തിനെന്ന് വെച്ചാൽ, നമ്മൾ ലാൻഡ്സ്ലൈഡ് ഹസാർഡ് സോണേഷൻ ചെയ്യാനോ സക്സസിബിലിറ്റി സോണേഷൻ ചെയ്യുന്നതിനോ ലാൻഡ്സ്ലൈഡ് ഇൻസെൻറ്റ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് അതിന് ഒരു ഇൻഡിവിജ്വൽ ലാൻഡ്സ്ലൈഡ്, ഒരു സ്ഥലത്ത് ഒരു ഇൻഡിവിജ്വൽ ലാൻഡ്സ്ലൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പോയി പഠിക്കും. പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ കവളപ്പാറയും പുത്തുമലയും ഇനി പഠിക്കാൻ പോകുന്ന ഈ പ്രത്യേക ഈ ലാൻഡ്സ്ലൈഡും തീർച്ചയായും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 100% എടുത്ത് പഠിക്കും. അതിന് വേണ്ട നിർദ്ദേശങ്ങളും വേണ്ട റെക്കമെൻഡേഷൻസും സർക്കാരിന് കൊടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അത് ഞാൻ വസ്തുനിഷ്ഠമായി പറയുകയാണ്. കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കമ്മിറ്റ്മെൻ്റാണ്, ഞങ്ങൾ ഈ രാജ്യത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിന് പഠനം. ശ്രീ മുരളീധരൻ, ഞാൻ തടസ്സപ്പെടുത്തി, ഞങ്ങളുടെ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചില വാർണിംഗ്സ് കൊടുത്തിരുന്നു, പക്ഷെ അത് പാളിപ്പോയി എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് GSI കൊടുക്കുന്നൊരു വിശദീകരണം, ഞങ്ങളുടെ വാർണിംഗ് സിസ്റ്റം ഒരു എക്സ്പെരിമെന്റൽ മോഡലാണെന്നാണ്. അതായത് ഇപ്പോഴും ഒരു എക്സ്പെരിമെന്റൽ മോഡലിൽ മാത്രമാണ്, അതായത് കൃത്യമായൊരു വാർണിംഗ് സിസ്റ്റം GSI കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യം ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് നമ്മൾ അത് സക്സസ് ആവുന്നത്. നമ്മൾ ISROയുടെ കേസ് തന്നെ നിങ്ങൾ എടുത്തു നോക്കുക, എന്തുമാത്രം ഫെയിലിയർ ശേഷമാണ് ഇന്ന് ISRO എവിടെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക്
ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം ജിയോളജിക്കൽ സർവേന്റെ സംബന്ധിച്ചോളം ഒരു 2 ആഴ്ച ആയതേ ഉള്ളൂ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റത്തിന്റെ ഒരു റൂഡ് അല്ലെങ്കിൽ ഒരു എംബ്രിയോ സ്റ്റേജ് എന്നാണ് നമുക്ക് പറയാം. അപ്പോൾ ഒരു ഫുൾ ഫ്ലേസ്ഡ് സാധനം വന്നിട്ടില്ല. ഈ പറയുന്ന ഈ പർട്ടിക്കുലർ ലാൻഡ്സ്ലൈഡിൻ്റെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് ലാൻഡ്സ്ലൈഡ് അത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ആ മലയിൽ നിന്നും 6-7 കിലോമീറ്റർ താണ്ടി വന്ന സ്ഥലത്താണ് മാക്സിമം ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒരിക്കലും ഒരു ലാൻഡ്സ്ലൈഡിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ദൂരത്തിൽ വരുന്ന ഒരു ലാൻഡ്സ്ലൈഡ് കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും ഒരു 2 കിലോമീറ്ററിന് അപ്പുറത്തോട്ട് ഒരു ലാൻഡ്സ്ലൈഡ് ഞാൻ കണ്ടില്ല. ഇതൊരു ഡെബ്രി ഫ്ലോ എന്ന് പറയും. ഇപ്പോൾ ലാൻഡ്സ്ലൈഡ് തന്നെ പല രീതിയിലുണ്ട്, പല തരത്തിലുള്ള ലാൻഡ്സ്ലൈഡ് ഉണ്ട്. മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ പലതും ലാൻഡ്സ്ലൈഡിനെ കുറിച്ച് പറയുന്നത്. ഇതിൽ ഈ ലാൻഡ്സ്ലൈഡ് ഡെബ്രി ഫ്ലോ ആണ്. ഡെബ്രി ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വെള്ളവും മണ്ണും പാറയും എല്ലാം കൂടി ചേർന്ന് ഒരു പ്രത്യേക ഒരു സെമി ലിക്വിഡ് കണ്ടീഷനിൽ ഹൈ എലിവേഷനിൽ നിന്നും എന്താ പറയുക ഒരു സമയത്തിന് നിശ്ചയ സമയത്ത് പൊട്ടി തകർന്ന് അതിൻ്റെ വഴിയിലുള്ള എല്ലാ സാധനങ്ങളെയും നശിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സാധനത്തെയാണ് നമ്മൾ സാധാരണ ഡെബ്രി ഫ്ലോ എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഡെബ്രി ഫ്ലോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇനി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തീർച്ചയായും പഠിക്കും. ഇത്രയും വരാൻ കാരണം എന്താണെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പഠിച്ചിരിക്കും. ശരി, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ശ്രീ മുരളീധരൻ ആ സർവേ ഞങ്ങൾ വിശദീകരണ പ്രകാരം ശ്രീ മുരളീധരൻ GSA തന്നെ വിശദീകരണ പ്രകാരം 2030 ആകും ഒരു എന്താണ് പറയുക സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ അവർക്ക് വികസിപ്പിച്ചെടുക്കാൻ, ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തി വികസിപ്പിച്ചെടുക്കാൻ. അപ്പോൾ 2030 വരെ ഈ അത് സംബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ 2030 അങ്ങനെ ഒരു മോഡൽ വരുമ്പോഴാണ് നമ്മളൊരു അറ്റ്മോസ്ഫിയറിനെയാണ് പഠിക്കുന്നത്, നമ്മളൊരു അറ്റ്മോസ്ഫിയറിനാണ് പഠിക്കുന്നത്, ക്ലൈമറ്റിനാണ് പഠിക്കുന്നത്. സി മുരളീധരൻ 2030 ഒരു പ്രഡിക്ഷൻ മോഡൽ, ഒരു ഫോർകാസ്റ്റ് മോഡൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ ഏർലി വാർണിംഗ് സിസ്റ്റം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 100% സക്സസ് ആവും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ശരി, 2030 അങ്ങനെ ഒരു പ്രഡിക്ഷൻ മോഡൽ വരുന്നത് വരെ SDMA എന്ത് ചെയ്യണം? ഇനിയുണ്ടല്ലോ 5-6 വർഷമുണ്ട്, ഇനിയും മഴ പെയ്യും. അപ്പോൾ ഇപ്പോഴും അത്തരം ഹസാർഡസ് മേഖലകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. SDMA ഈ GSA തന്നെ ആശ്രയിച്ച് നിൽക്കേണ്ടി വരുമോ? ഇല്ല, അതിനു വേണ്ടി ഞാൻ പറയുന്നില്ല, ഇന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ജിയോളജിക്കൽ സർവേൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലാകും. നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു നാഷണൽ, ഞാൻ പറഞ്ഞല്ലോ 2015 ഒരു ഹലോ 2015 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു നാഷണൽ വൈഡ് പ്രോഗ്രാം ചെയ്തു. അതിനെ നാഷണൽ ലാൻഡ്സ്കേപ്പ് സക്സസിബിലിറ്റി മാപ്പിംഗ് എന്നാണ് പറയുന്നത്. അത് 1:50,000 സ്കെയിലാണ് നമ്മൾ ചെയ്തത്. അത് ഹോൾ ഇന്ത്യ, ഇത് ലാൻഡ്സ്കേപ്പ് പ്രോണായിട്ടുള്ള ഏതാണ്ട് 13% ലാൻഡ് ഏരിയ, അതായത് ഇന്ത്യയിൽ 13% ഹിമാലയവും വെസ്റ്റ് ഹിമാലയവും ഈസ്റ്റ് ഹിമാലയവും നോർത്ത് ഈസ്റ്റ് ഹിമാലയവും വെസ്റ്റേൺ ഗാർഡ്സും എല്ലാം കൂടെ ചേർന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഏതാണ്ട് ഇന്ത്യയുടെ 12.7% ഏരിയ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു ലാൻഡ്സ്കേപ്പ് സബ്സിഡി മാപ്പ് സൊണേഷൻ ചെയ്തു കഴിഞ്ഞു. അത് അത് മനസ്സിലാക്കണം, 1:50,000 സ്കെയിലാണ്. അതിനെ വെച്ച് നമുക്കൊരു ഫോർകാസ്റ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എടുക്കാൻ പറ്റില്ല. അപ്പം അതിനെ നമുക്ക് നാരോഡ് ചെയ്യണം. നമ്മൾ ഇൻഫർമേഷൻസ് അത് വളരെ 1:50,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 സെൻറ്റിമീറ്റർ മാപ്പിൽ അത് 500 മീറ്ററാണ്. അപ്പോൾ അതിന് ഇൻഫർമേഷൻസ് വളരെ കുറവായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്മൾ ചെയ്ത NLSM മാപ്പിനെ 1:50,000 ചെയ്ത NLSM മാപ്പിനെ വീണ്ടും ഹയർ സ്കെയിലിൽ ചെയ്യണം. 1:10,000 5,000 ചെയ്യണം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിൽ ആൾറെഡി തന്നെ 2-3 ഏരിയ എടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഇൻഫർമേഷൻ കുറച്ചും കൂടെ നമ്മുടെ കയ്യിൽ കൺട്രോൾഡ് ആവും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ഇത് ഇന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ വെച്ചാൽ
ഒരു വയനാട് ജില്ല മൊത്തം ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ പോകുമെന്ന് പറഞ്ഞ് ഒരു എളിവാണി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അവിടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എളി വാണിംഗ് സിസ്റ്റം പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഏരിയ പറയണം. അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ അസ്ലം വീണ്ടും ചേരുന്നു വയനാട്ടിൽ നിന്ന്. അസ്ലം, ഇപ്പോൾ എന്താണ് ഈ അവിടെ താഴ്ത്തി തുടങ്ങിയോ? ഈ കെട്ടിടം പൊളിക്കുന്നതിന്റെ ഭാഗം, അതായത് ഇവിടെ ജീവന്റെ സ്പന്ദനം കണ്ടെത്തി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹൈറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശം കുഴിക്കുകയാണ്. കടയുടെ രണ്ടാമത്തെ വരിയുടെ താഴെ എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അതേസമയം കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ഇപ്പോൾ കുഴിച്ചു തുടങ്ങിയിരിക്കുന്നത് ആ കടയുടെയും അപ്പുറത്തുള്ള കട വീടിന് ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ റഡാർ പരിശോധനയിൽ കുറച്ചുകൂടെ രണ്ടാം ഘട്ട പരിശോധന നടത്തിയപ്പോൾ അതിലൊരു കൃത്യം വന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത്തരമൊരു ഇതിലേക്ക് മാറിയിരിക്കുന്നത്. എന്തായാലും പരിശോധന അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും നിർണായക ഘട്ടം എന്ന നിലയിൽ ഈ ഒരു ജീവന്റെ സ്പന്ദനം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കുഴിച്ച് പരിശോധന തുടങ്ങിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ പരിശോധന അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചതെങ്കിൽ അവിടുന്ന് മാറി വളരെ കൃത്യമായി തന്നെ എത്ര രാത്രിയാണെങ്കിലും കുഴപ്പമില്ല, ജീവന്റെ സ്പന്ദനം ഉണ്ടെങ്കിൽ അത് മനുഷ്യ ജീവനാണെങ്കിൽ വളരെ കരുതലോടുകൂടി തന്നെ അതിനെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ സൈന്യത്തിന് പ്രത്യേക നിർദ്ദേശം നൽകിയതോടെയാണ് ഓപ്പറേഷൻ പുതിയ രീതിയിലേക്ക് മാറിയത്. അതായത് വളരെ സൈന്യം തന്നെ നേരിട്ട് സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ നേരിട്ടെത്തുകയും ആ ഓപ്പറേഷൻ ഏറ്റെടുക്കുകയും ചെയ്തു. അതായത് ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഈ ഒരു കടമുറിയുടെ താഴെയായിരുന്നു പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി. അതേസമയം കട ഒരു അപകടാവസ്ഥയിലാണ്. മാത്രമല്ല ഏത് ജീവനാണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഒരു എലിയുടെയോ അല്ലെങ്കിൽ ഒരു പാമ്പിന്റെയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ശ്വാസം വിടുന്ന ഏതെങ്കിലും ജീവന്റെയോ സ്പന്ദനമായിരിക്കാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ ഒരു കൂടുതൽ പരിശോധനയിലേക്ക് പോയില്ല. നാളെ രാവിലെ നോക്കാമെന്ന് തീരുമാനിച്ച് സംഘം പിരിയുകയാണ് ചെയ്തത്. അതേസമയം അല്ല, പാടില്ല, അതൊരു ജീവന്റെ സ്പന്ദനമാണെങ്കിൽ അതിന്റെ കരുതലോടുകൂടി സംരക്ഷിക്കണം. കാരണം ഈ രക്ഷാദൗത്യത്തിലെ ഏറ്റവും നിർണായകമായ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഏതെങ്കിലും ജീവനുകൾ ബാക്കിയിരിപ്പുണ്ടെങ്കിൽ അവരെ കൃത്യമായി തന്നെ സുരക്ഷിതമായി എത്തിക്കുക എന്നായിരുന്നു. അങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും കയറി നടന്ന് എല്ലാ ആൾക്കാരെയും അവസാനം ചൂരൻമലയിൽ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി കുഞ്ഞുങ്ങളും ഒരു കുടുംബവും ദമ്പതികളും കുഞ്ഞുങ്ങളും സൂചിപ്പാറയുടെ മുകളിലും താഴെയുമായി അകപ്പെട്ട കണ്ടത്തിൽ പോലും വനപാലകർ അവിടെ കയറി തൂക്കി താഴെ എത്തി അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ജീവന് കരുതലിന് വേണ്ടി ചെയ്ത ഒരു രക്ഷാദൗത്യത്തിൽ ഈ സ്പന്ദനം എന്ന് പറയുന്നത്, ഈ ശ്വാസത്തിന്റെ സ്പന്ദനം എന്ന് പറയുന്നത് അതൊരു ജീവന്റെ സ്പന്ദനമാണെങ്കിൽ, ഒരു മനുഷ്യ ജീവന്റെ സ്പന്ദനമാണെങ്കിൽ ഇത് അങ്ങനെ വിട്ടുകൂടാ, അതിനുവേണ്ടി സമയം നൽകിക്കൂടാ. അതുകൊണ്ട് തന്നെ രാത്രി തന്നെ ഒരു ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ പ്രകാശം വന്നു, അതോടൊപ്പം തന്നെ JCB വന്നു, അവിടെ കുഴിച്ച് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ കടയുടെ താഴെ എന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായ പരിശോധന ഒരുപക്ഷെ കടയുടെ അടുത്താണ് എന്നൊരു നിഗമനം എത്തിയിട്ടുണ്ടാവും കരുതണം. കാരണം ഇപ്പൊ സൈനിക ഉദ്യോഗസ്ഥരോ റവന്യൂ ഉദ്യോഗസ്ഥരോ നമ്മളോട് നേരിട്ട് ഇപ്പോൾ ആശയവിനിമയം നടത്തുന്നില്ല. കാരണം അവർ തമ്മിൽ ആശയവിനിമയം നടത്തിക്കൊണ്ട് ഒരു പരിശോധനയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എന്തായാലും ഹിറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള കുഴിക്കൽ തുടങ്ങിയിരിക്കുന്നു. സിഗ്നൽ തെർമൽ സ്കാനർ ഉപയോഗിച്ച് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് അവിടെ ഒരു ജീവന്റെ സ്പന്ദനം ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. നമുക്കറിയാം ഈ രക്ഷാദൗത്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ്. എവിടെയെങ്കിലും ഒരു ജീവന്റെ അംശമുണ്ടെങ്കിൽ അതിനെ തേടിപ്പിടിക്കണം, അതിനെ കരുതലോടുകൂടി തന്നെ പുറത്തെടുക്കണം, സംരക്ഷിക്കണം എന്നൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി എല്ലാ ഭേദങ്ങളും മറന്നുകൊണ്ട് സൈനികരും അതിനത്തിന് NDRF-ഉം പോലീസും ഫയർഫോഴ്സും തുടങ്ങിയ സേനാംഗങ്ങൾ മാത്രമല്ല സാധാരണ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ചേർന്നുകൊണ്ട് ഇത്രയും ദിവസമായി 4 ദിവസമായി ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജീവന്റെ സ്പന്ദനം ഉണ്ടെന്ന് പറയുമ്പോൾ അത് കളഞ്ഞിട്ട് പോകാൻ ഈ സംഘത്തിൽ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ കാത്തിരുന്നുകൊണ്ട് ഈ ഒരു പ്രതീക്ഷയുള്ള ഒരു വാർത്തയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഈ ഒരു തെർമൽ സ്കാനർ ഉപയോഗിക്കുമ്പോൾ ഏതിന്റെയാണ് ഈ ശ്വാസം തിരിച്ചറിയാൻ നമുക്ക് സാങ്കേതിക വിദ്യയില്ല. അതേസമയം ശ്വാസം പുറപ്പെടുവിക്കുന്ന ഏതോ ഒരു ജീവിയുണ്ട് എന്ന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഈ ദുരന്തമുണ്ടായ അന്ന് മുതൽ അവിടെ തുടരുന്ന ആളാണല്ലോ. ഈ തകർന്ന കെട്ടിടങ്ങളിൽ നിന്ന് ജീവനോടെ ഇതുവരെ ആരെങ്കിലും പുറത്തെടുത്തിട്ടുണ്ടോ? അതായത് നമ്മൾ ആദ്യ ദിവസം മുണ്ടക്കയിൽ തന്നെ തകർന്ന വീടിന്റെ പരിസരത്ത് നിന്ന് 2 കൈകൾ മാത്രം ഉയർത്തി വന്ന ഒരാളെ സന്നദ്ധ പ്രവർത്തകർ കാണുകയും അവരെ പുറത്തെടുക്കുകയും ചെയ്തു. അങ്ങനെ നിരവധി ആൾക്കാരെ പല സ്ഥലങ്ങളിലെ പുറത്തെടുത്തു. അതേസമയം അകത്ത് വലിയ തോതിൽ പൂർണ്ണമായും കുടുങ്ങി നിൽക്കുന്ന ആരെയും അങ്ങനെ കണ്ടിരുന്നില്ല. കാരണം കുറെ ആൾക്കാർ മരണപ്പെടുകയോ ഒളിച്ചു പോവുകയോ ചെയ്തു. മറ്റുള്ളവർക്ക് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക്, അതെന്ന് വെച്ചാൽ
കെട്ടിടത്തിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥലങ്ങളിലേക്കോ മാറി നിന്നാണ് സുരക്ഷിതമായി നിന്നത്. അവരെയാണ് രക്ഷപ്പെടുത്തിയത്. അതിൽ ഒരാൾ നമ്മൾ അറിഞ്ഞിടത്തോളം ഒരാൾ മാത്രമാണ് ആ അർത്ഥത്തിൽ പിന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. സാരമായ പരിക്കോട് കൂടിയാണ് അവർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇത് എന്ന് പറയുന്നത് ഒരു അപൂർവമായി, കാരണം നമുക്ക് 4ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ അത്ര ഒരു പ്രതീക്ഷകളൊന്നും ഉണ്ടായതില്ല. കഴിഞ്ഞ ദിവസം ഒരു വനപാലകർ നടത്തിയ ഒരു തെരച്ചിൽ, കാരണം ഇവിടെ മുണ്ടക്കയത്തും മട്ടത്തും ഒക്കെ തന്നെ അട്ടമലയിലും പരിസ്ഥിതി നടത്തുമ്പോൾ തന്നെ വനപാലകർ കാട് മുഴുവൻ അരിച്ചു പറക്കിയിരുന്നു. കാരണം ആദിവാസികളുണ്ട്, ആദിവാസികൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് അറിയില്ല. അങ്ങനെയാണ് റേഞ്ച് ഓഫീസർ ആഷിഫിന്റെ നേതൃത്വത്തിൽ സൂചിപ്പാറയിൽ നടത്തിയ പരിശോധനയിലാണ് മുകളിൽ സൂചിപ്പാറയുടെ മുകളിൽ അമ്മയും ഒരു കുഞ്ഞും, താഴെ ഒരു അമ്മയും അച്ഛനും 2 മക്കളും എന്ന രീതിയിൽ 3 മക്കളും ഒരു ആദിവാസിയെ പോലെ കണ്ടെത്തുന്നത്. അവരെ മഴയത്തും ഈ തണുത്തു വിറച്ച് കോച്ചിയിരിക്കുന്ന ഒരവസ്ഥയിൽ അവരെ രക്ഷപ്പെടുത്തും. കാരണം ആ ഒരു രക്ഷാദൗത്യത്തിലെ ഒരു നിർണായകമായ ഒരു വശമായിരുന്നു. ഇവിടെ ഒരു സ്പന്ദനമുണ്ട് എന്ന് നമുക്കറിയാം. പല രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. നായകൾ ഉപയോഗിച്ചു, പോലീസിലെയും പട്ടാളത്തിലെയും പരിശീലനം ലഭിച്ച നായകൾ ഉപയോഗിച്ചുകൊണ്ട് എവിടെയെങ്കിലും സ്മെല്ലുകൾ, കാരണം 2 തരത്തിലുള്ള നായകളാണ് വന്നത്. ജീവനുള്ള ജീവനുള്ള ശരീരങ്ങളെ കണ്ടെത്താനുള്ള ഒന്ന്, രണ്ടാമത്തത് മൃതദേഹങ്ങളെ കണ്ടെത്തൽ. ഈ 2 ഡോഗുകളെ കൊണ്ടുള്ള പരിശോധനകൾ നടത്തി അതിൽ കൂടുതലും മൃതദേഹങ്ങളാണ് ശരിക്കും കണ്ടെത്തിയത്. കൊണ്ടാണ് ആ അർത്ഥത്തിൽ തിരിച്ച് മൃതദേഹങ്ങൾ കണ്ടെത്തി കഴിഞ്ഞത്. നായയുടെ സ്പെല്ലിങ്ങിൽ ഒരിടത്തും ജീവനുള്ളതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് പിന്നെ ഈ ലേസർ ആ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അതിൽ ഇപ്പോഴാണ് ഒരുപക്ഷെ ഇന്ന് പിന്നെ ഈ മുണ്ടക്കയത്ത് മുഴുവൻ പരിശോധനകൾ നടത്തിയിട്ടും JCB മറ്റൊക്കെ ഉപയോഗപ്പെടുത്തി പരിശോധന നടത്തിയിട്ടും LP സ്കൂളിന്റെ ഭാഗത്ത് ഒരു മൃതദേഹം മാത്രമാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ വൈകിട്ടോടുകൂടി രക്ഷാപ്രവർത്തകർ രക്ഷാദൗത്യം നിർത്തി മടങ്ങാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു. അപ്പോഴാണ് ഈ ലേസർ പരിശോധന രാവിലെ മുതൽ തന്നെ പല സ്ഥലങ്ങളിലായി മാറി തെർമൽ ലേസർ പരിശോധന തുടങ്ങിയിരുന്നത്. അപ്പോഴാണ് വൈകിട്ടാണ് ഒരു പെട്ടെന്നൊരു സ്ഥലത്ത് സിഗ്നൽ ഉണ്ട്. ഈ ഒരു കടയുടെ, അതായത് മുണ്ടക്കയം എന്ന് പറയുന്ന ടൗണിന്റെ അവിടെയുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ നേരെ എതിരെയുള്ള ഒരു കടയുണ്ട്. ഒരു 5 മുറി കട, അതിന് മുകളിൽ ഒരു മുസ്ലിം ലീഗിന്റെ ഓഫീസൊക്കെ ഉള്ള ഒരു കെട്ടിടം. ആ ഒരു കെട്ടിടത്തിന് സമീപത്തായി ഒരു ജീവന്റെ സ്പന്ദനം കണ്ടു എന്നുള്ള വിവരം ഈ ഒരു തെർമൽ സ്കാനർ സൈന്യത്തിനോടൊപ്പം ചേർന്ന് സൈന്യത്തിന് വേണ്ടി പരിശോധനകൾ നടത്തുന്ന തെർമൽ സ്കാനർ സ്വകാര്യ ഏജൻസിയെ അറിയിക്കുന്നത്. ഉടനെ തന്നെ അവിടെ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തി. JCB ഉപയോഗിച്ചുകൊണ്ട് അവിടെ മാന്തി ആ ഭാഗം പരിശോധനകൾ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് അത് കാരണം നമുക്ക് ഈ തെർമൽ സ്കാനർ ഉപയോഗിച്ച് പരിശോധന നടത്തുമ്പോൾ ശ്വാസം വിടുന്ന ഏതെങ്കിലും ജീവി ഉണ്ടെങ്കിലും അതിന്റെ സിഗ്നൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു പിന്നെ പൂച്ചയോ അല്ലെങ്കിൽ ഒരു പാമ്പോ. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ JCB ഉപയോഗിച്ച് അവിടെ പരിശോധന തുടങ്ങി കഴിഞ്ഞാൽ കെട്ടിടം പൊളിച്ചു നീക്കി അവിടെ പരിശോധിക്കും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനം തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം. ഷാജിയിലേക്ക് ഒരിക്കൽ കൂടി. ഷാജി, ഇവിടെ മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നത് പോലെ തന്നെ ഒരു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കാണ് ഈ വാർണിംഗ് സിസ്റ്റം രൂപപ്പെടുത്താനുള്ള ചുമതലയുള്ളത്. അവർ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റേജിൽ മാത്രമാണിപ്പോൾ. അതായത് അവരുടെ വാർണിംഗ് പരാജയപ്പെട്ടു എന്ന് വിമർശനം ഉയർന്നപ്പോൾ അവർ വിശദീകരിക്കുന്നത് 2030 ആകുമ്പോഴേ ഞങ്ങളുടെ സർവേ തന്നെ കഴിയും, ഞങ്ങളുടെ ടെസ്റ്റിംഗ് തന്നെ കഴിയും എന്നാണ് പറയുന്നത്. പക്ഷേ ആ 6 വർഷം ഇനിയും നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? ഒരു വാർണിംഗ് സംവിധാനമില്ല SDMAക്ക്. അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും ലാൻഡ് സ്ലൈഡ് എന്നൊരു വാക്ക് പോലുമില്ല. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ. എത്രമാത്രം വലിയ അലംഭാവമാണിത് ഷാജി? ഇതിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ കേരളത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ എല്ലാ കൊല്ലവും മഴക്കാലത്ത് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അപകടത്തിലാകുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഡെയിലി എല്ലാ ദിവസവും കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്നതിൽ ഒരു ഡെയിലി ഫോർകാസ്റ്റിംഗ് സംവിധാനം, അത് ലണ്ടനിലെ സസക്സ് യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടു കൂടി ഒരുപാട് വിദഗ്ധർ ചേർന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അഭിലാഷിനെ പോലുള്ള ആളുകളുടെയൊക്കെ പങ്കാളിത്തത്തോടു കൂടി ഇപ്പോൾ സമീപകാലത്ത് നടപ്പാക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വയനാട്ടിലൊക്കെ ആണെങ്കിൽ വയനാട്ടിലെ തന്നെ തിരുനെല്ലി, തൃശ്ശൂരി മേഖലയിലുള്ള കർഷകരുടെ ഒരു കളക്റ്റീവ് അവരെല്ലാ ദിവസവും മൈക്രോ ലെവലിലുള്ള സൂക്ഷ്മമായ കാലാവസ്ഥാ മുന്നറിയിപ്പ് ദിനംപ്രതി എന്നോണം ആ പ്രദേശത്തെ ആളുകൾക്ക് നൽകിക്കൊണ്ട് അവരുടെ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഒരു ദുരന്തം വന്ന് അതിനെ അതിജീവിക്കാൻ, കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ അതിജീവിക്കാൻ, സ്വന്തം തൊഴിൽ ചെയ്യുന്ന മേഖല അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എത്രത്തോളം നമുക്ക് ഈ വലിയ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു സംവിധാനം വരാൻ വേണ്ടി 5 കൊല്ലം എടുക്കുകയാണെങ്കിൽ 5 കൊല്ലത്തിലുള്ളത് വരട്ടെ. ഒപ്പം തന്നെ നമ്മളൊരു വികേന്ദ്രീകൃതമായിട്ട് താഴെ തട്ടിൽ മനുഷ്യരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ കൂടെ വിദഗ്ധന്മാർ, ശാസ്ത്രജ്ഞന്മാർ, പൊതുസമൂഹം എല്ലാം ചേർന്നുകൊണ്ട് ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ
അതിനൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ 5 കൊല്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ ഈ 5 കൊല്ലം കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നത്. ഇപ്പം തന്നെ നമ്മൾ നോക്കുക, ഈ ദുരന്തം നടന്ന അതേ മലനിരകളിൽ ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തോടു കൂടിയാണ് ഈ 5 കൊല്ലത്തിനുള്ളിൽ ഈ ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ടണൽ റോഡ് വരാൻ പോകുന്നത്. ആ ടണൽ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി എല്ലാം കഴിഞ്ഞു. സർക്കാർ അതിനെതിരായിട്ടുള്ള എല്ലാ ആശങ്കകളെയും മാറ്റിവെച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ 100-200 കോടി രൂപയുടെ വലിയൊരു സ്വകാര്യ ടൂറിസം പദ്ധതി ഇതേ മേഖലയിൽ മേപ്പാടിയോട് ചേർന്ന് വരുമെന്നുള്ള പ്രഖ്യാപനം കുറച്ച് നാളായിട്ട് വന്നിട്ടുണ്ട്. അതും വരാം. ഒരുപാട് ടൂറിസവുമായി ബന്ധപ്പെട്ട റോഡുകൾ നിലവിലുണ്ടാക്കിയിട്ടുണ്ട്, പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് റിസോർട്ടുകൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. അടുത്ത 5 കൊല്ലങ്ങളിലൊക്കെ അതിൻ്റെ തുടർച്ച വരുമ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെ പറയുന്നു രക്ഷാപ്രവർത്തനത്തിൽ മാത്രം പ്രാധാന്യം നൽകിയാൽ മതി, മറ്റെല്ലാ കാര്യങ്ങളും പിന്നെ സംസാരിക്കാം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ഈ 5 കൊല്ലം ഏതെല്ലാം തരത്തിലാണ് മനുഷ്യനിർമ്മിതമായ കാരണങ്ങൾ കാലാവസ്ഥാ മാറ്റത്തെ അതിഭീകരമാക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ആ രീതിയിലുള്ള വെല്ലുവിളികളും ചാലഞ്ചുകളും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് 1 കൊല്ലം പോലും നമുക്കിനി വൈകാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ജനങ്ങളുടെ മുന്നിലുണ്ട്. കാരണം ഓരോ മഴക്കാലം വരുമ്പോഴും, കാരണം 2018 മഴയുടെ സ്വഭാവമല്ല ഇപ്പോൾ ഉള്ള മഴയുടെ സ്വഭാവം. ഈ മഴയുടെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു, കെടുതികളുടെയും മരണങ്ങളുടെയും നിലവാരം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മളിപ്പോൾ ഇത്രയും മൃതശരീരങ്ങൾ തൊട്ടടുത്ത ജില്ലയിലെ പുഴയിലൂടെ ഒഴുകുന്നൊരവസ്ഥ നമ്മൾ കണ്ടില്ലേ. ഇത്തരത്തിൽ മാറുന്ന ഒരു അനുദിനം കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാപരമായ പ്രതിസന്ധി സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ദുരിതമയമാക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു വികേന്ദ്രീകൃതമായ മുന്നറിയിപ്പ് സംവിധാനം, ഇപ്പം തന്നെ കൽപ്പറ്റയുള്ള ക്യൂംസ് എന്ന് പറയുന്നൊരു ഗവേഷണ സ്ഥാപനം ഈ ദുരന്തത്തിന് മുമ്പ് തന്നെ ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള ദുരന്തം വരാൻ സാധ്യതയുണ്ട്, കരുതൽ നടപടിയെടുക്കേണ്ട സർക്കാരിനെ അറിയിച്ചിരുന്നു. ഫലമൊന്നും ഉണ്ടായില്ല. അപ്പം അതുപോലുള്ള സംവിധാനങ്ങൾ വളരെ ശാസ്ത്രീയമായി ശക്തമായി പൊതുജന പങ്കാളിത്തത്തോടെ കേരളത്തിലും വലിയൊരു ഏർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ സയൻറ്റിസ്റ്റുകളും സർക്കാരും പൊതുജനെല്ലാം ഉൾപ്പെടുന്ന ഒരു ബഹുജന പ്രസ്ഥാനം ആ രംഗത്തുണ്ടാവണം. ആ രീതിയിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ വലിയ വികസന പദ്ധതികൾക്ക് ഇപ്പോൾ നേരത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്ത് തന്നെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തോടു കൂടിയാണ് ഇപ്പോൾ മലയോര ഹൈവേയുടെ കുറേ ഭാഗങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വലിയ മലയോര ഹൈവേയെക്കുറിച്ച് സംസാരിക്കുന്നു, കോസ്റ്റൽ ഹൈവേയെക്കുറിച്ച് സംസാരിക്കുന്നു, ടണൽ റോഡിനെ കുറിച്ച് സംസാരിക്കുന്നു, വലിയ വലിയ ടൂറിസം പദ്ധതികളെക്കുറിച്ച് പറയുന്നു. കാരണം 100 കൊല്ലം മുമ്പ് വളരെ നിബിഡ ഫോറസ്റ്റ് ആയിരുന്ന പ്രദേശം മൊത്തം വെട്ടി മാറ്റിയിട്ട് അവിടെ തേയില നട്ട് ആ മോണോക്രോപ്പിങ്ങിൻ്റെ കൂടി ഫലമാണ് ഇന്നുണ്ടായിരിക്കുന്ന വലിയൊരു ദുരന്തം. ഇതെല്ലാം വിദഗ്ധന്മാർ പറയുന്നതാണ്. കാരണം തേയിലയ്ക്ക് മറ്റു മരങ്ങളെ അപേക്ഷിച്ച് വേരുകൾ കുറവാണ്, അതിന് മണ്ണിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഒരുപാട് പല രീതിയിലുള്ള മരങ്ങൾ ഒരു മണ്ണിനെ ഉറപ്പിച്ച് നിർത്തിയിരുന്ന സ്ഥലത്ത് ഈ മോണോക്രോപ്പിങ്ങിന്റെ ഫലമായിട്ട് ഈ പ്രശ്നങ്ങൾ ഒരുപാട് അഗ്രവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണിന്റെ സ്വഭാവം ഓരോ കാലഘട്ടങ്ങളിലും മാറുന്നത് ഈ 100 കൊല്ലം മുമ്പ് ചെയ്ത കാര്യത്തിന്റെ പ്രത്യാഘാതം ഇന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ റിസോർട്ടുകൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പല സ്ഥലത്തും വലിയ പാലങ്ങൾ ഉണ്ടാക്കി, റോഡ് ഉണ്ടാക്കി, വലിയ തോതിലുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടായി. ഈ റിസോർട്ടുകളുടെ കാര്യത്തിൽ സാധാരണ മനുഷ്യരൊരു വീട് വെച്ച് താമസിക്കുന്നത് മനസ്സിലാക്കാം. എക്സ്ട്രീംലി വൾണറബിൾ ഏരിയയിൽ സാധാരണ ഒരു മനുഷ്യർ പാവപ്പെട്ട മനുഷ്യൻ വീട് വയ്ക്കുന്നത് നമുക്ക് ന്യായീകരിക്കാം. പക്ഷേ എങ്ങനെയാണ് ഒരു റിസോർട്ട് വരുന്നത്? ആ റിസോർട്ട് ആരാണ് അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്? അത്തരത്തിലുള്ള വികസനത്തോടെ ഒരു തലതിരിഞ്ഞ ടൂറിസം സംവിധാനത്തിന് ആരാണ് അപ്രൂവൽ കൊടുത്തത്? അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇവിടെയൊക്കെ വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായി ചകഞ്ഞ് കൃത്യമായൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇതൊരു വലിയൊരു ക്ലൈമറ്റ് എമർജൻസി അല്ലേ? ദുരന്തം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തും, അവശേഷിക്കുന്ന ആളുകളെ ഞങ്ങൾ റിഹാബിലിറ്റേറ്റ് ചെയ്യും. അതല്ലാത്ത കാലം ഞങ്ങൾ ഇന്നു മുതൽ തുടർന്നുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ മുന്നോട്ട് പോകും. തുരങ്കപ്പാത മുന്നോട്ട് പോകും, മലയോരപാത മുന്നോട്ട് പോകും, പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടും കാടിനെ നശിപ്പിച്ചുകൊണ്ടും മനുഷ്യരുടെ മൊത്തത്തിലുള്ള സുസ്ഥിരതയെ നശിപ്പിച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു തരത്തിലുള്ള പുനഃപരിശോധനയില്ലാതെ മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് വലിയൊരു അപകടത്തിലേക്കാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ.